ഹായ് ഫ്രണ്ട്സ്, അർജുനെ കാണാതായിട്ട് ഇപ്പോൾ 120 മണിക്കൂറുകൾ പിന്നിട്ടു. നമ്മളെല്ലാവരും, കേരള ജനത മുഴുവനും അർജുൻ്റെ തിരിച്ചറിവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു ഫലമുണ്ടാവട്ടെ. അതുമാത്രമല്ല, ഇന്ന് റഡാർ കൊണ്ടുവന്ന് പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് ലോറിയുടെ സാന്നിധ്യം, അതായത് എന്ന് കരുതുന്ന ഒരു സാന്നിധ്യം അവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ലോറി അവിടെ നിന്ന് കണ്ടെത്തിട്ട് അതിനുള്ളിൽ ജീവനോടെ സുരക്ഷിതനായി അർജുൻ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. അതുമാത്രമല്ല, എല്ലാവരും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണവും വെള്ളവും എല്ലാം ലോറിയുടെ അകത്തുണ്ട്. പക്ഷേ ഈ ഒരു മണ്ണിടിച്ചിൽ നടക്കുന്ന സമയത്ത് അർജുൻ എവിടെയായിരുന്നു നമുക്കറിയില്ല. അർജുൻ്റെ ഫോൺ ബെല്ലടിച്ചു, പക്ഷേ അർജുൻ എടുത്തില്ല. എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ എടുക്കുമായിരുന്നു. അർജുൻ ഇനി ഒരു വിശ്രമിക്കാൻ വേണ്ടി ലോറി അവിടെ പാർക്ക് ചെയ്ത സമയത്ത് പുറത്തിറങ്ങിയപ്പോഴാണത് സംഭവിച്ചത്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയുമില്ല. എന്താണെങ്കിലും അദ്ദേഹം സുരക്ഷിതനായി, അദ്ദേഹത്തിൻ്റെ ലോറിയുടെ GPS വെച്ചിട്ട് ലോറി ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ ആ ലോറിക്കകത്ത് സുരക്ഷിതനായി അദ്ദേഹത്തിന് കിട്ടട്ടെ. കാരണം നമുക്കറിയാം, 10-12 ദിവസങ്ങൾക്ക് ശേഷം ഭൂകമ്പത്തിനടിയിൽപ്പെട്ട ആളുകൾ ജീവനോടെ കിട്ടിയ ഒരുപാട് ചരിത്രമുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു ലോകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുനും അതുപോലെ തന്നെ ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടാകും. എത്രയും പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയട്ടെ. നമ്മുടെ എല്ലാവരുടെയും, അവരുടെ കുടുംബത്തിൻ്റെ ആവേശമത്തിലും പ്രാർത്ഥനയിലും പങ്കുചേരുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ടാവട്ടെ. ഇനി നീണ്ടുപോകാതെ ഇന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വേറെ 2-3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്ക് അർജുനെ മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവരെ അറിയില്ല. എന്നിരുന്നാൽ പോലും അവരുടെയും ജീവൻ്റെ തുടിപ്പിനെ എത്രയും പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു.